നമ്മുടെ ഡേറ്റ ഇതാണ് നമ്മുടെ ഡേറ്റ വരുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കിവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റാണുള്ളത്. കുറച്ച് എംപ്ലോയീസിൻ്റെ ഡേറ്റയാണ്. ആ എംപ്ലോയീസിൻ്റെ സീരിയൽ നമ്പർ, അവരുടെ ഐ ഡി ഉണ്ട്, എംപ്ലോയി ഐ ഡി ഉണ്ട്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, അവരുടെ റോളും അവരുടെ എക്സ്പീരിയൻസ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, പിന്നെ ജോയിനിങ് ഡേറ്റ്, എൻ ഡേറ്റ്, പ്രോജക്റ്റിൻ്റെ ഐ ഡി ഉണ്ട്, അവരുടെ പീപ്പിൾ മാനേജർ ഐ ഡി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഡേറ്റ സെറ്റ്. സോ ഇതിനകത്ത് ഈ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നതിനകത്ത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വന്നിട്ട് ലൊക്കേഷൻ ഐ ഡിയാണ്. അവർ ഏത് ലൊക്കേഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ആ ലൊക്കേഷൻ്റെ ഐ ഡിയാണ്. സോ 171 എന്ന് പറയുന്നത് ലൊക്കേഷൻ്റെ ഐ ഡിയാണ്. 188 എന്ന് പറയുന്നത് ലൊക്കേഷൻ്റെ ഐ ഡിയാണ്. അപ്പോൾ ഇതെല്ലാം ലൊക്കേഷൻ്റെ ഐ ഡിയാണ്. ഈ ലൊക്കേഷൻ്റെ ഐ ഡി കഴിഞ്ഞിട്ടുള്ള ബാക്കി എംപ്ലോയി ഐ ഡിയാണ്. ഓക്കെ, സോ അതേപോലെ റോളിന് എക്സ്പീരിയൻസിലോട് വരുന്ന സമയത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോളാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഇത് എംപ്ലോയി ജോയിൻ ചെയ്ത ഡേറ്റ് ആണ്, ഇത് എൻഡ് ഡേറ്റ് ആണ്. ഇത് എംപ്ലോയിയുടെ പ്രോജക്റ്റ് ഐ ഡി ആണ്, പീപ്പിൾ മാനേജറിൻ്റെ ഐ ഡി ആണ്. ഇനി നിങ്ങളിതിനകത്ത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ കുറച്ച് പ്രോബ്ലംസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ജോയിൻ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആൻഡ് ക്രിയേറ്റ് എ ഫുൾ നെയിം കോളം വിത്ത് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ. ഫോർമാറ്റ് ദ ഫുൾ നെയിം കോളം ഇൻ പ്രോപ്പർ കേസ്, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. എന്തെങ്കിലും എക്സ്ട്രാ സ്പേസ് നമ്മുടെ ഫുൾ നെയിം കോളത്തിലുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക. പിന്നെ ഈ സ്പ്ലിറ്റ് റോൾ ആൻഡ് എക്സ്പീരിയൻസ്, നേരത്തെ പറഞ്ഞ റോൾ ആൻഡ് എക്സ്പീരിയൻസ് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു കോളത്തിൽ റോള്, വേറൊരു കോളത്തിൽ എക്സ്പീരിയൻസ്. ഓക്കെ, അതേപോലെ ഈ എംപ്ലോയി ഐ ഡിയും ലൊക്കേഷൻ ഐ ഡിയും 2 കോളത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒരു കോളത്തിൽ എംപ്ലോയി ഐ ഡി വേണം, മറ്റൊരു കോളത്തിൽ ഈ 171 എന്ന് പറയുന്ന ലൊക്കേഷൻ ഐ ഡി വേണം. പിന്നെ പ്രോജക്റ്റ് ഐ ഡി കോളം, ഇപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് ഐ ഡി വന്നിട്ട് 678 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് ബ്ലാങ്ക് ഉണ്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിത് മുഴുവൻ സെലക്ട് ചെയ്യുന്നു. പ്രോജക്റ്റ് ഐ ഡി വന്നിട്ട് ഇവിടെ 1 2 3 4 5 6 ബ്ലാങ്ക്സ് അല്ലേ. ഈ 1 2 3 4 5 6 എന്നുള്ളത് എങ്ങനെ മാറ്റണം? PID 001, PID 002 ഇങ്ങനെ മാറ്റണം. സോ ഇതാണ് നെക്സ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മളിവിടെ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. എത്ര എംപ്ലോയിയുടെ കൗണ്ട് ഉണ്ട്, ടോട്ടൽ എത്ര എംപ്ലോയീസിൻ്റെ കൗണ്ട് ഉണ്ട്, ആവറേജ് എക്സ്പീരിയൻസ് എത്രയാണ്, മിനിമം വർക്ക് എക്സ്പീരിയൻസ് എത്രയാണ്, മാക്സിമം വർക്ക് എക്സ്പീരിയൻസ് എത്രയാണ്. ഈ ലൊക്കേഷൻ്റെ ഐ ഡി വൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര യുണീക്ക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ എത്ര എംപ്ലോയീസ് ഡിസംബർ 2022 ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ഈ ജോയിനിങ് ഡേറ്റ് വന്നിട്ട് ഡേ ഒരു കോളത്തിൽ, മന്ത് വേറൊരു കോളത്തിൽ, ഇയർ വേറൊരു കോളത്തിൽ വരണം. അതേപോലെ എത്ര എംപ്ലോയീസ് ഫസ്റ്റ് ക്വാർട്ടർ 2023 ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ കോളം നമുക്ക് വേണം. ഓക്കെ, ഒരു ക്വാർട്ടർ 1, ക്വാർട്ടർ 3, അതായത് ഈ ജോയിനിങ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വാർട്ടർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫെബ്രുവരി ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ആണ്, ജനുവരി ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ആണ്, അതേപോലെ താഴോട്ട് വരുന്ന സമയത്ത് മാർച്ച് ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ആണ്, അതേപോലെ ഏപ്രിലോട്ട് പോകുന്ന സമയത്ത് അത് സെക്കൻഡ് ക്വാർട്ടർ ആയി. സോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് ക്വാർട്ടർ, ഏപ്രിൽ മെയ് ജൂൺ സെക്കൻഡ് ക്വാർട്ടർ, അങ്ങനെ സോ ഓൺ. സോ ഇതാണ് നമ്മുടെ ഒരു അസൈൻമെൻറ്റ്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 15 മിനിറ്റിൽ നിങ്ങൾ ഇതിൽ എത്ര പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, എത്ര പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ കൗണ്ട് മാത്രം ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ഇപ്പം ഇതിനകത്ത് ഓൾ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്നിടുക, അതല്ല ഒരു പ്രോബ്ലം ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇടുക. ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ചാലഞ്ച്. സോ നമുക്ക് 8:40 ആവുന്നു. നമുക്കൊരു 15 മിനിറ്റ്സ് ടൈം എടുക്കാം. അതിനുള്ളിൽ ഞാനിത് സ്ക്രീൻ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നോക്കിയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ചാലഞ്ച്. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് തന്നെ തന്നതെന്നറിയോ? ഈ പ്രോബ്ലംസ് തരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലിൻ്റെ ഫംഗ്ഷൻസിൽ നമുക്ക് പ്രധാനമായിട്ടും എക്സലിൻ്റെ ഫംഗ്ഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണുള്ളത്. ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, ഡേറ്റ് ഫംഗ്ഷൻസ്, നമ്പർ ഫംഗ്ഷൻസ്, ലുക്കപ്പ് ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ്. ഇതാണ് നമുക്ക് കൂടുതലും നമ്മൾ പ്രിഡോമിനൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. സോ ഈ ഫംഗ്ഷൻസിൽ ഞാൻ ഇന്ന് തന്നിരിക്കുന്ന ഈ പ്രോബ്ലംസ് കവർ ചെയ്യുന്നത് ടെക്സ്റ്റ്, ഡേറ്റ്, നമ്പർ ഫംഗ്ഷൻസ് ആണ്. സോ ഈ 3 ഫംഗ്ഷൻസും കഴിഞ്ഞാൽ നമുക്ക് നേരെ ലുക്കപ്പ് ഫംഗ്ഷൻസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 ഫംഗ്ഷൻസ് സോൾവ് ചെയ്യുമ്പോഴേക്കും ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് ക്ലിയർ ആവും, ഓൾമോസ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പോകുന്നത്? 1 by 1 നമുക്കത് സോൾവ് ചെയ്യാം. സോ ആദ്യത്തെ പ്രോബ്ലം എന്താണ്? ജോയിൻ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആൻഡ് ക്രിയേറ്റ് എ ഫുൾ നെയിം കോളം വിത്ത് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയീസിലോട് വരുന്ന സമയത്ത്
നമുക്കിവിടെ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ലിറ്റിൽ ബിഗർ. ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫുൾ നെയിം കോളാണ്. അപ്പം ഫുൾ നെയിം കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്? രണ്ട് ടെക്സ്റ്റിനെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം ഇവിടെ. സോ ബൈ ദ വേ നമ്മൾ ഇതേപോലെ ഈ എക്സലിൻ്റെ ഈ ഒരു ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരു അസസ്മെൻറ്റ് ഉണ്ടാവും. ഒരു ഇതേപോലെ 15 മിനിറ്റ്സുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ് ഡു പ്രാക്ടീസ്. സോ ഫുൾ നെയിം കോളം അല്ലേ? ഫുൾ നെയിം കോളത്തിൽ നമുക്ക് ബേസിക്കലി ഈ രണ്ട് കോളം നമുക്ക് ജോയിൻ ചെയ്യണം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത്. എക്സലിൽ നമുക്ക് ഒരു പ്രോബ്ലം തന്നെ പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇത് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈക്വൽ ടു സൈൻ, ഈക്വൽസ് ആൻഡ് ദെൻ സെലക്ട് ദ ഫസ്റ്റ് നെയിം, ജോയിൻ വിത്ത് ആൻ ആൻഡ് സിമ്പിൾ, ഓക്കെ, ആംബർസാൻഡ്, റൈറ്റ്, ആൻഡ് ദെൻ സെലക്ട് യുവർ ലാസ്റ്റ് നെയിം. സോ നമുക്ക് ഇതിനകത്ത് ഫുൾ നെയിം വന്നു. ഇതിൻ്റെ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഫോർമുല നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഫുൾ നെയിം വന്നു. ഇനി ഈ ഫുൾ നെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് എന്താ ചെയ്യുക? അപ്പോൾ ഈ ആൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പേസ് കൊടുക്കാം. ഈ കൊടുത്ത സ്പേസിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ലാസ്റ്റ് നെയിമായിട്ട് ജോയിൻ ചെയ്യണം. അതിന് വീണ്ടും ഒരു ആൻഡ് നമ്മൾ യൂസ് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നെയിം ആൻഡ് സ്പേസ് ആൻഡ് ലാസ്റ്റ് നെയിം. സോ വി ആർ ഡൺ. അപ്പോൾ ഇവിടെ നമ്മളത് ഫുൾ നെയിം കോളം പോപ്പുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രോപ്പർ കേസ് ആക്കണം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രോബ്ലം? ഫോർമാറ്റ് ദ ഫുൾ നെയിം ഇൻ പ്രോപ്പർ കേസ്. സോ എന്താണ് പ്രോപ്പർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രോപ്പർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നെയിംസ്, പ്ലേസസ് ആൻഡ് ഓൾ ദാറ്റ് നൗൺസ്, ഫസ്റ്റ് നെയിം വന്നിട്ട് ഒരു വേർഡിൻ്റെ ഫസ്റ്റ് നെയിം വന്നിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അല്ലേ? സോ അപ്പർ കേസ് ആയിരിക്കണം. സോ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഓൾട്ട് സി അടിച്ചിട്ട് നമ്മളൊരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്കിവിടെ പ്രോപ്പർ കേസാണ് അല്ലേ? ഈ ഒരു പ്രോപ്പർ കേസ് ചെയ്യണമെങ്കിൽ ഈക്വൽസ് പ്രോപ്പർ. സോ പ്രോപ്പർ ചെയ്യണമെങ്കിൽ പ്രോപ്പർ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണോ നമ്മൾ പ്രോപ്പർ ചെയ്യേണ്ടത് അതിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. സോ വി ആർ ഡൺ. സോ നൗ നമുക്കിവിടെ കെ ക്യാപിറ്റലായി, എ ക്യാപിറ്റലായി. സോ വി ആർ ഡൺ. സോ നമ്മൾ പ്രോപ്പർ കേസായി ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫുൾ നെയിം ഉണ്ട്. അതൊരു ഡ്യൂപ്ലിക്കേസിയാണ് അല്ലേ? നമുക്ക് ഈ രണ്ട് ഫുൾ നെയിമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫുൾ നെയിം നമുക്ക് ഇൻകറക്റ്റ് ആയ ഒരു ഫുൾ നെയിം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ റെഫറൻസ് എറർ വന്നു അല്ലേ? എന്തുകൊണ്ടാണ് റെഫറൻസ് എറർ വരുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ മറ്റേ ഫുൾ നെയിം കോളത്തിലാണ്, ഈ ഒരു കോളത്തിലാണ്. അപ്പോൾ ആ ഒരു കോളം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫോർമുല എറർ വരും. അപ്പോൾ ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് അൺഡു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാം. ഇതിനെ കോപ്പി ഇവിടെ ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോർമുല ഒഴിവാക്കിയിട്ട് വാല്യൂസ് മാത്രം നമുക്ക് ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വീണ്ടും കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് നമുക്ക് അടുത്തൊരു ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഈ ജോയിൻ ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ കൊടുക്കാം. പ്രോപ്പർ കൊടുത്തിട്ട് ഈ ജോയിൻ ചെയ്തതിനെ നമുക്ക് പ്രോപ്പറിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈസിക്കൽ ടു പ്രോപ്പർ C2 ആൻഡ് ഞാൻ 2 P അടിച്ചു, അതാണ് പറ്റിയത്. ഓക്കെ, സോ നമുക്കിവിടെ ഇപ്പം നമ്മൾ എന്താണ് നമ്മൾ കമ്പൈൻ ചെയ്തു ഫംഗ്ഷനെ. ആദ്യം നമ്മൾ ജോയിൻ ചെയ്തു, ആ ജോയിൻ ചെയ്ത ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മൾ പ്രോപ്പർ കൊടുത്തു അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന് ജോയിൻ ചെയ്യുന്നത്. അപ്പം എക്സലിൻ്റെ ഫംഗ്ഷൻസിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എക്സൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻസിനെ. അപ്പോൾ അതായത് ആദ്യം നമ്മൾ ഈ ഒരു ജോയിൻ എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് നമ്മൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? പ്രോപ്പർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇനി നമുക്ക് ഈ കോളത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇനി നമുക്ക് ഈ കോളത്തിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഈ എക്സലിൻ്റെ ഈ ഒരു കോളം നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ആയി. അടുത്ത പ്രോബ്ലം എന്താണ്? റിമൂവ് എനി എക്സ്ട്രാ സ്പേസ് ഫ്രം ദ ഫുൾ നെയിം കോളം. അതാണ് മൂന്നാമത്തെ പ്രോബ്ലം. ഈ എക്സ്ട്രാ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളത്തിന് നമ്മൾ വലുതാക്കി നോക്കിയപ്പം ഇത്രയും വലിയ സ്പേസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്പേസ് വന്നത്? ഇതിനകത്ത് എക്സ്ട്രാ സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ആക്ച്വലി ഇത് എത്ര ലെങ്ത് ഉണ്ട്? ഈ ഒരു പേരിന് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്? ആൻവി എന്ന് പറയുന്നത് 4, അതിനുശേഷം ഇവിടെ 5, 5ഉം 4ഉം 9 പ്ലസ് ഒരു സ്പേസ് 10 ക്യാരക്ടറാണ് ആക്ച്വലി ഉള്ളത്. നമുക്കിവിടെ ഒരു കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഈക്വൽസ് ലെൻ എന്നുള്ളൊരു ഫംഗ്ഷൻ
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കതിനകത്ത് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. 31 ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. സോ എന്തുകൊണ്ട് 31 വന്നു? ദാറ്റ് മീൻസ് ഇതിനകത്ത് എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ലെൻ എന്ന് പറയുന്നത്? ലെൻ എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്പേസിനെ റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പറിൻ്റെ ഔട്ട്സൈഡ് നമ്മൾ പറഞ്ഞു ഈ എക്സ്ട്രാ സ്പേസിനെ റിമൂവ് ചെയ്യാൻ വേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ട്രിം ഫംഗ്ഷൻ. എക്സ്ട്രാ സ്പേസിനെ റിമൂവ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ട്രിം ഫംഗ്ഷൻ. ട്രിം ഓപ്പൺ ബ്രാക്കറ്റ് എന്നിട്ട് നമ്മൾ എന്താണോ നമുക്ക് എക്സ്ട്രാ സ്പേസ് റിമൂവ് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുന്നു. ഡൺ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോളത്തിൽ നിന്ന് സ്പേസ് പോയിട്ടുണ്ട്. അപ്പം എഗെയിൻ നമ്മളിവിടെ ചെയ്യുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോളംസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് പകരം നമുക്കറിയാം നമുക്കിത് ജോയിൻ ചെയ്യാൻ പറ്റും നമുക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോപ്പറിൻ്റെ വെളിയിൽ ഔട്ട്സൈഡ് പ്രോപ്പർ വി ക്യാൻ യൂസ് എ ട്രിം ആൻഡ് ദെൻ ക്ലോസ് ദാറ്റ് ബ്രാക്കറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 ഫംഗ്ഷൻസും നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തു. So let us test this. So let us copy and paste the formula. Now double click. Yeah. So now നമ്മളിതിനെ സ്പേസ് റിമൂവ് ചെയ്തു, ട്രിം യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മളിവിടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം എക്സൽ ചെയ്യുന്നത് ജോയിൻ ചെയ്യും, അതിനുശേഷം ഇതിനെ പ്രോപ്പറാക്കും, അതിനുശേഷം നിന്ന് സ്പേസ് ട്രിം ചെയ്യും. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് കമ്പൈൻ ചെയ്തത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലം സോൾവിങ് എന്താണ്? നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റോൾ ആൻഡ് എക്സ്പീരിയൻസ് ഇൻറ്റു സെപ്പറേറ്റ് കോളംസ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനെ കുറച്ചും കൂടി ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് സ്പ്ലിറ്റ് എംപ്ലോയി ഐ ഡി ആൻഡ് ലൊക്കേഷൻ കോഡ് ഇൻറ്റു സെപ്പറേറ്റ് കോളംസ്. ഈ ഒരു എംപ്ലോയി ഐ ഡി ആൻഡ് ലൊക്കേഷൻ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റാണ്. ഈ ലൊക്കേഷൻ കോഡും എംപ്ലോയി ഐ ഡിയും സെപ്പറേറ്റ് കോളത്തിലൂടെ സ്പ്ലിറ്റ് ചെയ്യണം. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് എന്തിനാണ് നമ്മളിത് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം നമുക്ക് എംപ്ലോയീസിൻ്റെ ഐ ഡി മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു വി ലുക്കപ്പോ എക്സ് ലുക്കപ്പോ ഒക്കെ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ വി ലുക്കപ്പ് ആൻഡ് എക്സ് ലുക്കപ്പിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആവും. അപ്പം ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. നമുക്ക് ആദ്യം ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് എന്താ ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ ഐ ഡിയാണ് വേണ്ടത്. ലൊക്കേഷൻ്റെ ഐ ഡി എന്താണ്? ഈ ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്ന് ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സോ നമുക്കിവിടെ ആദ്യം ഒരു പേര് കൊടുക്കാം, ലൊക്കേഷൻ ഐ ഡി. ഇവിടെ റൈറ്റ് നിന്നാണ് നമ്മൾ 3 ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം റൈറ്റ് നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. ഇനി റൈറ്റ് ഫംഗ്ഷൻ ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എവിടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ്? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഏതാണ്? ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ്. കോമ. രണ്ടാമത്തെ പാരാമീറ്റർ, എത്ര ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യണം? ഇവിടെ നമുക്ക് 3 ക്യാരക്ടേഴ്സാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ വി സേ 3. സോ വി ആർ ഡൺ. സോ നമ്മൾ 3 ക്യാരക്ടർ എക്സ്ട്രാക്ട് ആയി. സോ ഒരു ടെക്സ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്ട്രിങ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ, ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. ഇനി ഒരു കോളം കൂടി നമ്മൾ ഇൻസേർട്ട് ചെയ്യാം ഇവിടെ, എംപ്ലോയി ഐ ഡി. അപ്പോൾ എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 3 ഡിജിറ്റ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്താണ്? എംപ്ലോയി ഐ ഡി ആണ്. ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എംപ്ലോയി ഐ ഡി ആണ്. അപ്പോൾ നമുക്ക് എംപ്ലോയി ഐ ഡി എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന്. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലെഫ്റ്റ് ഫംഗ്ഷൻ. ലെഫ്റ്റ് ഫംഗ്ഷനും ഇതുപോലെ ഓപ്പൺ ബ്രാക്കറ്റ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് എത്ര ക്യാരക്ടേഴ്സാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? 1 2 3 4 5 ക്യാരക്ടേഴ്സ്, 6 ക്യാരക്ടേഴ്സാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് നിന്ന്. സോ നമ്മൾ 6 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയി ഐ ഡി നമുക്കിവിടെ വന്നു. ഓക്കെ. സോ ഇതിൽ ഒരു പ്രോബ്ലം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ 6 ക്യാരക്ടേഴ്സാണ്, ഇത് 3 ക്യാരക്ടേഴ്സാണ്. സോ ടോട്ടൽ 9 ക്യാരക്ടേഴ്സ് അല്ലേ? ഇത് നമ്മൾ 6 ആണ് എക്സ്ട്രാക്ട് ചെയ്തത്, ഇത് 3 ആണ് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പം ഇതിൽ 9 ക്യാരക്ടേഴ്സാണ് ഉള്ളതെങ്കിൽ ഇത് വന്നിട്ട് പെർഫെക്റ്റ്ലി ഫൈൻ വർക്കാവും. അതേ സമയത്ത് ഇത് വന്നിട്ട് ഇതിൻ്റെ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ലെൻ വെച്ചിട്ട് ഇതിൻ്റെ എത്ര ലെങ്ത് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് 9 ആണ്. സോ ഇവിടെ 6, ഇവിടെ 3, 9 വന്നു. ഇനി ഇവിടെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത്
ചില ഐ ഡീസ് 10 ഉണ്ട്. 3 ഐ ഡീസ് ഇതിനകത്ത് 10 ക്യാരക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു എംപ്ലോയി ഐ ഡി 7 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ എക്സലിനോട് 6 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ വന്നിട്ട് നമുക്ക് 6 ക്യാരക്ടേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യും. ലാസ്റ്റത്തെ ഒരു ക്യാരക്ടർ എക്സൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഒരിക്കലും ലെഫ്റ്റ് ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 6 എന്ന് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് 6 വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുക. അവസാനത്തെ 3 ഡിജിറ്റ് വന്നിട്ട് ലൊക്കേഷൻ ഐ ഡി ആണ് അല്ലേ? ബാക്കിയുള്ളതാണ് എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ ചെയ്യാം. ഇപ്പം ടോട്ടൽ ഇതിനകത്ത് എത്ര ഐ ഡി ഉണ്ട്? ലെന്നിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 9 ഉണ്ട്. ഈ 9 ഐ ഡിന്ന് അവസാനം നമുക്കറിയാം 3 ലൊക്കേഷൻ കോഡ് എന്നറിയാം അല്ലേ? ഈ 171 188 എന്നൊക്കെ ഉള്ളത് 3 ലൊക്കേഷൻ കോഡ്. അതിൻ്റെ ലെങ്ത്ത് 3. അതായത് 171 3 ലെറ്റേഴ്സ് റൈറ്റ്, 3 ഡിജിറ്റ്സ്. അപ്പം ഈ ഒരു 6 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കി അതൊന്ന് നമ്മൾ ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് മൈനസ് ചെയ്തു. സോ വി ഗോട്ട് 6. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലോജിക്ക് തന്നെ നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യണം. അതായത് എംപ്ലോയി ഐ ഡിയിൽ 6 എന്ന് പറയുന്നതിന് പകരം നമ്മൾ എക്സലിനോട് പറയുന്നത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇതിനകത്ത് എത്ര ലെങ്ത് ഉണ്ട്. അപ്പോൾ എക്സൽ ഇതിനകത്ത് ഫൈൻഡ് ചെയ്യും. എക്സൽ പറയും അതിനകത്ത് 9 ടോട്ടൽ 9 ഉണ്ടെന്ന് പറയും. അതൊന്ന് നമ്മൾ പറയുന്നു 3 മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പം ലെഫ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് എക്സൽ ആദ്യം എന്ത് ചെയ്യും? ടോട്ടൽ കൗണ്ട് ചെയ്യും. അതിനുശേഷം 3 മൈനസ് ചെയ്യും. സോ വാട്ട് എവർ കംസ് ഹിയർ, എന്താണോ എക്സലിന് കിട്ടുന്ന റിസൾട്ട് അത് എക്സൽ ലെഫ്റ്റിലോട്ട് കൊടുക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമുക്ക് ഡൈനാമിക്കായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലംസ്, അതായത് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നോക്കാം. ഇവിടെ ആ ലെങ്ത്ത് വന്നിട്ട് കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 9 ആണ് ഇതെല്ലാം ഉള്ളത്. 10 വരുന്ന സമയത്ത് അത് കറക്റ്റ് എക്സ്ട്രാക്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം വരുന്ന സമയത്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ QV Q9V PDHH അതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് ടെക്സ്റ്റിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യണം. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും സംതിങ് യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? All clear? Good. Yeah, thank you. So let's move on. ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കിവിടെ റോൾ ആൻഡ് എക്സ്പീരിയൻസ് വന്നിട്ട് 2 കോളത്തിലോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഇതിനകത്തൊരു ബ്ലാങ്ക് റോ ഉണ്ട്. സോ ലെറ്റ് മീ ഫസ്റ്റ് ഡിലീറ്റ് ദാറ്റ് ബ്ലാങ്ക് റോ. അപ്പോൾ നമ്മൾ റോ സെലക്ട് ചെയ്യുന്നു. നമ്മളതിനെ കൺട്രോൾ മൈനസ് അടിച്ച് കഴിഞ്ഞാൽ റോ ഡിലീറ്റ് ആവും. ഓക്കെ. അപ്പോൾ നമുക്കിതിനെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് റോൾ എന്നിവിടെ ഒരെണ്ണമുണ്ട്, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഞാനിവിടെ ടെസ്റ്റർ എന്ന് അടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് എല്ലാം ടെസ്റ്റർ ആയതുകൊണ്ട് എക്സലിനത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന്. സോ ഞാനിതിനെ ഒന്നുകൂടി സോർട്ട് ചെയ്യാണ്. എനിക്കിവിടെ ഡിഫറെൻറ്റ് റോൾസ് വേണം. അപ്പോൾ ഞാനിവിടെ 611 സീരിയൽ നമ്പറിൽ ഒന്ന് സോർട്ട് ചെയ്യുന്നു. ഡേറ്റയിൽ പോകുന്നു, സോർട്ട് കൊടുക്കുന്നു, സീരിയൽ നമ്പർ വെച്ചിട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റിന് പകരം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പ്രോജക്റ്റ് മാനേജർ വന്നു, ആദ്യം ആർക്കിടെക്റ്റ് വന്നു, പിന്നെ DBA ഉണ്ട്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? പ്രോജക്റ്റ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ആർക്കിടെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, വീണ്ടും ആർക്കിടെക്റ്റ്, DBA. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു എക്സലിന് ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ആയിട്ടുണ്ട്. സോ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നു ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് ടാബ് കീ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഫിൽ ആയിട്ട് ഇവിടെ പോപ്പുലേറ്റ് ആവും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? റോൾ എന്ന് പറയുന്നത് നമുക്കിവിടെ പോപ്പുലേറ്റ് ചെയ്യാം. അതായത് നമുക്കിവിടെ 11 എന്ന് അടിക്കാം, 14 എന്ന് അടിക്കാം, 12 എന്ന് അടിക്കാം, 5, 8. അപ്പോൾ ഇതിനകത്ത് വരുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ഈ കോളം മൊത്തം സെലക്ട് ചെയ്യുക. ഈ ലാസ്റ്റിലോട്ട് ഞാൻ വന്നു, ഇവിടെ എക്സ്പീരിയൻസിൽ വന്നിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു, താഴെ വന്നു, റൈറ്റ് സൈഡിലോട്ട് പോയി കൺട്രോൾ അപ്പ് ആരോ കീ അടിച്ചു, കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ കീ. അപ്പോൾ ഈ കോളം ഫുള്ള് സെലക്ട് ആയി. ഇനി എനിക്കിവിടെ വന്നിട്ട് ഹോമിൽ പോയിട്ട് ഫ്ലാഷ് ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സൽ വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും.
അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ പ്രോബ്ലം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എന്താണ് ഈ ഒരു ഓപ്ഷൻ്റെ പ്രോബ്ലം വന്നിട്ട്, നാളെ ഈ ഒരു ഡേറ്റ മാറിക്കഴിഞ്ഞാലും ഈ ഒരു ഫ്ലാഷ് ഫില്ല് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റാണ്, ഇതിനകത്തൊരു ഫോർമുലയും ഇല്ല, ഇത് സ്റ്റാറ്റിക് വാല്യൂസ് ആണ്. അപ്പം നാളെ എന്തെങ്കിലും ഡേറ്റ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് വർക്കാവില്ല. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഇതിന്ന് നമുക്ക് ഡൈനാമിക്കായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പോപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത് റോൾ എക്സ്പീരിയൻസ് ആണ്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലത് 2 ഡിജിറ്റ് ഉണ്ട്, 11 ഉണ്ട്, ചിലത് 2 ഡിജിറ്റ് ഉണ്ട്, ചിലത് 1 ഡിജിറ്റേ ഉള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഞാൻ ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് റൈറ്റ് എന്ന്, ഇപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസിൽ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാവാം. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് റൈറ്റ് എന്ന് ഞാൻ ഇതിനകത്ത് നിന്ന് 2 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തു ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് 11 എന്ന് വന്നു. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്തേക്ക് വന്നു അല്ലേ, 11 എന്ന് വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇത് എക്സ്ട്രാക്റ്റ് ആയിപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോളിൻ്റെ പേര് കിട്ടണം. ഈ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് എന്നുള്ളതാണ് നമുക്ക് റോൾ വേണ്ടത്. പക്ഷേ ലെഫ്റ്റ് എന്നുള്ള റോൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ എത്ര ലെറ്റർ വേണം നമുക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സിൽ പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്നത് വേറെ, അതിൻ്റെ ലെങ്ത്ത് വേറെയാണ്, DBA എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് വേറെയാണ്, ആർക്കിടെക്റ്റിൻ്റെ ലെങ്ത്ത് വേറെയാണ്. അപ്പോൾ നമുക്ക് 4 ക്യാരക്ടർ ലെഫ്റ്റ് എന്ന് വേണം, അല്ലെങ്കിൽ 6 ക്യാരക്ടർ ലെഫ്റ്റ് വേണമെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഡൈനാമിക്കായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് നിന്ന് എടുക്കുന്നത്, നമ്മൾ ലെഫ്റ്റ് നിന്ന് എടുക്കുന്നു. സോ ഇവിടെ റോൾ ആൻഡ് ഇവിടെ എക്സ്പീരിയൻസ് ആണ്, സോ ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് എടുക്കുന്നു. നമ്മൾ ആദ്യം ഇതാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എത്രയാണ് ലെങ്ത്ത്, ആ ടോട്ടലിൽ നിന്ന് നമുക്ക് ഈ എക്സ്പീരിയൻസിൻ്റെ ലെങ്ത്തിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ ഒരു റോള് കിട്ടും നമുക്ക്. അപ്പം ദിസ് മൈനസ് ഈ ലെങ്ത്ത് നമുക്ക് ഇവിടെ നിന്ന് J2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇനി ലെഫ്റ്റിൻ്റെ ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്ട് മാനേജർ എന്ന് വന്നു. ഇപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് പോപ്പുലേറ്റ് ചെയ്തത്, വി പോപ്പുലേറ്റഡ് യൂസിങ് ലെഫ്റ്റ് ആൻഡ് ലെൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്പേസ് ഉണ്ട് എക്സ്പീരിയൻസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പേസ് വേണമെങ്കിൽ നമുക്കിവിടെ ട്രിം ചെയ്ത് കൊടുക്കാം. റൈറ്റിൻ്റെ വെളിയിൽ നമുക്ക് ട്രിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് വി ക്യാൻ റിമൂവ്. ഓക്കെ, റൈറ്റ് എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സലിനോട് പറയാം ആഫ്റ്റർ എക്സ്ട്രാക്ടിങ് റിമൂവ് എനി എക്സ്ട്രാ സ്പേസസ്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ആൻഡ് വി ആർ ഡൺ. സോ നമുക്കിവിടെ റോളും എക്സ്പീരിയൻസും വേറെ വേറെ കോളത്തിൽ കിട്ടി. എനി ക്വസ്റ്റ്യൻസ്, ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി പ്രോജക്റ്റ് ID കോളത്തിൽ ചേഞ്ച് ദ പ്രോജക്റ്റ് ID ടു ഡിസ്പ്ലേ PID 001, 002, 003. ഇറ്റ്സ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിളാണ്. നമുക്കിവിടെ കൗണ്ട് വെച്ചുകൊണ്ട് നമുക്കിവിടെ ടെക്സ്റ്റ് ജോയിൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പം പ്രോജക്റ്റ് ID 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇതിന് മുന്നേ PID ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. PID 00 എന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഡബിൾ കോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, PID എന്ന് കൊടുക്കുക, 00 എന്ന് കൊടുക്കുക, ആൻഡ് സെലക്ട് വാട്ട് യു വാണ്ട് ടു ജോയിൻ. അപ്പോൾ നമുക്കിവിടെ PID 001 എന്ന് കിട്ടി. ഇനി ഇതെല്ലാം നമ്മൾ വേറൊരു ഡിഫറൻ്റ് ആയിട്ട് രീതിയിലാണ് പവർ ക്വറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ അടുത്ത കുറച്ച് മോഡ്യൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഓട്ടോമേഷനോട് കൂടി ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഷോർട്ട്ലി. ഐ ടെൽ യു. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് നമ്മളിതിനകത്ത് സോൾവ് ചെയ്തു അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മളിതിനകത്ത് സോൾവ് ചെയ്തു. വി ആർ ഡൺ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. സോ ക്വിക്ക്ലി ഓക്കെ, സോ നമുക്ക് ചെയ്യാനുള്ളത് ടോട്ടൽ എംപ്ലോയി കൗണ്ടാണ്. സോ ടോട്ടൽ എംപ്ലോയി കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഈ എംപ്ലോയീസിൽ എത്ര കൗണ്ട് ഉണ്ട്, ടോട്ടൽ 614 എംപ്ലോയീസ്. സോ നമ്മൾ ഇതിനകത്ത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് എന്ന് പറയുന്നത്. കൗണ്ട് അല്ലെങ്കിൽ കൗണ്ട് എ. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗണ്ട് വന്നിട്ട് നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യും, കൗണ്ട് എ വന്നിട്ട് ടെക്സ്റ്റ് ആൻഡ് ബ്ലാങ്ക്സ് കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എംപ്ലോയി കൗണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഫീൽഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സോ സീരിയൽ നമ്പർ ഇത് മുതൽ ഇതുവരെ സെലക്ട് ചെയ്യുക, ക്ലോസ് ബ്രാക്കറ്റ്. സോ വി ഗോട്ട് 614. ഇനി ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ കൗണ്ട് എ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്യാം.
ഈ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്താലും ഇതേ ഓപ്ഷൻ കിട്ടും. അതേ സമയത്ത് നിങ്ങൾ ഈ നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ യു ഗെറ്റ് 0 ബിക്കോസ് കൗണ്ട് എ എന്ന് പറയുന്നത് ടെക്സ്റ്റിലേ മാത്രമേ വർക്ക് ആവുള്ളൂ. ഇനി ആവറേജ് വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് എക്സലിൻ്റെ ബേസിക് ഫംഗ്ഷൻസ് ആണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് ആവറേജ്. സോ ആവറേജ് സെലക്ട് ചെയ്യാം, ആവറേജ്, ആൻഡ് ദെൻ നമ്മളിവിടെ എക്സ്പീരിയൻസ് ഇതെന്ന് സെലക്ട് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻഡ്, ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഡിവ് എറർ വന്നത്? ഡിവ് എറർ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആവറേജിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ ഈ കോളം എവിടെയാണ് അലൈൻ ആയിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം അലൈൻ ആവുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ടെക്സ്റ്റ്. സോ ടെക്സ്റ്റിൽ നമുക്ക് ആവറേജ് കാണാൻ പറ്റുമോ? നമുക്ക് ആവറേജ് കാണാൻ പറ്റില്ല. സോ വാട്ട് വി ഷുഡ് ഡു, ഇതിനെ നമ്പർ ആക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമ്പർ ആക്കുന്നത്? ടെക്സ്റ്റിനെ നമ്പർ ആക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് നമ്പർ വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് ടെക്സ്റ്റായിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് നിന്നാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ടെക്സ്റ്റായിട്ട് വന്നത്. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിനെ നമ്മൾ നമ്പർ ആക്കണമെങ്കിൽ ഇതിൻ്റെ വെളിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്പർ വാല്യൂവിൻ്റെ ബ്രാക്കറ്റ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് റൈറ്റിലോട്ട് മാറി. ഇനി നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ. യെസ്, അപ്പോൾ നമുക്കിവിടെ ആവറേജിൻ്റെ വാല്യൂ കിട്ടി. ഡെസിമൽസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മിനിമം വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? വെരി സിമ്പിൾ, മിൻ. അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞുതരാം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യണം, അല്ലേ? ഐ വുഡ് കം ഇയർ ആൻഡ് ദെൻ ഐ ഹാവ് ടു സെലക്ട് ഈ ഒരു കോളം സെലക്ട് ചെയ്യണം. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ എൻ്റയർ ഡേറ്റ സെലക്ട് ചെയ്യുക. ഡേറ്റ സെലക്ട് ചെയ്തിട്ട് ഫോർമുലയിൽ പോയി കഴിഞ്ഞാൽ ഫോർമുലാസിൽ നെയിം മാനേജർ ഉണ്ട്. അതിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളസിനൊക്കെ പെട്ടെന്നൊരു പേര് കൊടുക്കാം. അപ്പം എവിടെയാണ് നമ്മുടെ കോളസിൻ്റെ പേര് ഇരിക്കുന്നത്? ടോപ്പ് റോയിലാണ്, അല്ലേ? അപ്പോൾ ടോപ്പ് റോ സെലക്ട് ചെയ്യുക, റൈറ്റ് കോളം ഒഴിവാക്കുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചോദിക്കും റീപ്ലേസ് എക്സിസ്റ്റിംഗ് ഡെഫിനിഷൻ ഓഫ് എംപ്ലോയി ഐ ഡി. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ്. യെസ് എന്ന് കൊടുക്കുന്നു. സോ നൗ വി ആർ ഡൺ. ഇനി നിങ്ങൾ ഇതിനകത്ത് ഫോർമുലാസിൽ പോയിട്ട് നെയിം മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ എംപ്ലോയിയുടെയും നമ്മുടെ ഇതിനകത്ത് കാണാം, നമ്മുടെ ഒരു റേഞ്ച് കാണാം. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയി ഐ ഡീൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു അറേ കാണിക്കുന്നത് ഇതാണ്. അതിൻ്റെ റെഫേഴ്സ് ടു B2 മുതൽ സോ ആൻഡ് സോ കോളം വരെയാണ്. നോക്കൂ, B2 മുതൽ B6615 വരെയാണ് അതിൻ്റെ ഇത് കാണിക്കുന്നത്. ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം എറർ കാണിക്കുന്നുണ്ട്. കൺട്രി കോഡ് എററാണ്. സോ ലെറ്റസ് ചെക്ക് ദാറ്റ്. എഡിറ്റ്. നമുക്ക് കൺട്രി കോഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ്, കൺട്രി കോഡ് ഇതിനകത്ത് ആക്ച്വലി ഇല്ല. സോ കൺട്രി കോഡ് എന്ന് പറയുന്നത് മുമ്പ് ക്രിയേറ്റ് ചെയ്തതായിരിക്കും. സോ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല നമുക്ക്. അതിവിടെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെയിം മാനേജറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതേപോലെ എക്സ്പീരിയൻസ് വന്നിട്ട് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ നെയിം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വരുന്ന സമയത്ത് മിനിമം വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം എന്ന് അടിച്ചിട്ട് എക്സ്പീരിയൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ടേബിളിൻ്റെ ഓപ്ഷൻ കാണാം, ഒരു കോളത്തിൻ്റെ ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മിനിമം എക്സ്പീരിയൻസ് വന്നു. അതേപോലെ നമുക്കിവിടെ മാക്സിമം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എക്സ്പീരിയൻസ് വരും. ഇനി ഇത് രണ്ടും സിമ്പിളാണ്, അല്ലേ? അതേപോലെ നമുക്ക് സമ്മും കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് മിനിമം മാക്സിമം ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ടോട്ടലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടോട്ടലിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സമ്മാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സമ്മ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ കാണാം. ഇനി യുണീക്ക് ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണീക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഐ ഡി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ലൊക്കേഷൻ ഐ ഡി ഉണ്ട് യൂണീക്ക് ആയിട്ടുള്ളത്? ബേസിക്കലി 171, 177, 183, 88, 191, 199, അല്ലേ? അപ്പോൾ 6 ലൊക്കേഷൻ ഐ ഡി ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ ഏതൊക്കെയാണ് ഈ യുണീക്ക് ആയിട്ടുള്ള ലൊക്കേഷൻ ഐ ഡി എന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് യുണീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. യുണീക്ക് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ആ ലിസ്റ്റ്, അതായത് നമ്മുടെ എന്താണോ നമ്മുടെ കോളത്തിൻ്റെ പേര്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻ ഐ ഡി, യുണീക്ക് ആയിട്ടുള്ള ലൊക്കേഷൻ ഐ ഡി വരും. ഓക്കെ, ഇത് ഒരു അറേ ആണ്. അറേ മീൻസ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഞാനിവിടെ ഫസ്റ്റത്തെ സെല്ല് ഡിലീറ്റ് ചെയ്താൽ തന്നെ ബാക്കിയെല്ലാം പോകും. കാരണം അതൊരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും യൂണീക്ക് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്കിതിൻ്റെ കൗണ്ടാണ് വേണ്ടത്, അല്ലേ? ഐ വാണ്ട് ടു കൗണ്ട് ഹൗ മെനി ആർ ദർ. സോ ഐ വാണ്ട് ടു കൗണ്ട് ഹൗ മെനി ആർ ദർ. സോ വാട്ട് ഐ വിൽ ഡു ഈസ്, ഞാനിവിടെ ആദ്യം തന്നെ യുണീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ലൊക്കേഷൻ്റെ കോഡ് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ വാട്ട് ഐ വിൽ ആസ്ക് ഈസ്, ഐ വിൽ ആസ്ക് ടു കൗണ്ട് എ. That is the number of location ID. Now I will get 6.
അപ്പോൾ നമ്മൾ ആദ്യം എക്സലിനോട് പറഞ്ഞു എത്ര യുണീക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് ഐ ആസ്ഡ് എക്സൽ ടു കൗണ്ട് ദ നമ്പർ ഓഫ് യുണീക്ക് IDs. ഇങ്ങനെയാണ് നമുക്ക് യുണീക്ക് IDs കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഫംഗ്ഷൻസിലോട്ട്. 1-2 ഡേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഏറെക്കുറെ ക്ലിയർ ആവും. സോ ടോട്ടൽ എംപ്ലോയീസ് ഓൺ ബോർഡഡ് ഇൻ ഡിസംബർ 2022. സോ ഡിസംബർ 22-ൽ നമുക്ക് ഇപ്പോൾ നമ്മളോട് പെട്ടെന്ന് ചോദിക്കുകയാണ് ഐ വാണ്ട് ടു നോ ഹൗ മെനി പീപ്പിൾ ഓൺ ബോർഡഡ് ഇൻ ഡിസംബർ 2022. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് കൗണ്ട് ഇഫ്സും സം ഇഫ്സും അത് കൂടാതെ വേറെയും ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഡേറ്റ പ്രിപ്പറേഷനിൽ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ് എന്ന്, ഈ ഒരു ജോയിനിങ് ഡേറ്റ് എന്ന് ഡേയും മന്തും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഇയർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഇതൊന്ന് നമുക്ക് ഡേ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡേ ഫംഗ്ഷൻ. ഡേ ഫംഗ്ഷൻ ആൻഡ് സെലക്ട് യുവർ ജോയിനിങ് ഡേറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ഡേ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡേറ്റ് ആയിട്ടാണ് ഫോർമാറ്റ് ചെയ്തത്. സോ യു ഗോ ടു ഹോം ടാബ് ആൻഡ് ദെൻ ഫോർമാറ്റ് ഇറ്റ് ആസ് എ ജനറൽ. സോ ദെൻ യു ഗെറ്റ് 16. സോ 16th April നമുക്ക് 16th കിട്ടി. ദെൻ ഐ വിൽ ഗെറ്റ് മന്ത്. സോ മന്ത് ഈസ് ബേസിക്കലി മന്ത് ഫംഗ്ഷനാണ്. മന്ത് സെലക്ട് ചെയ്യുന്നു, ജോയിനിങ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. Then again I need to change the month. Okay, now next is year. So the function is year function and then I'll select this one. So നമ്മൾ ഡേ മന്ത് ആൻഡ് ഇയർ ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഒരു ഡേറ്റ് എന്ന് നമുക്ക് ഡേയും മന്തും ഇയറും റിട്രീവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ക്വാർട്ടർ എങ്ങനെ കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത ചോദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം എത്ര പേര് ക്വാർട്ടർ ഡിസംബർ 2022 ജോയിൻ ചെയ്തു എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. സോ ഫോർ നൗ നമ്മളിപ്പം കൗണ്ട് ഇഫ്സിലോട്ടൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് ഫോർ നൗ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡിസംബർ സെലക്ട് ചെയ്യാം, 2022 സെലക്ട് ചെയ്യാം, മന്ത് വന്നിട്ട് ഡിസംബർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 12 പേരാണ് ഡിസംബർ 2022 ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി സോൾവ് ദാറ്റ് പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എത്ര പേര് Q1 2023 ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ Q1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വാർട്ടർ വേണം അല്ലേ. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ക്വാർട്ടർ എന്ന് ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്ന മന്ത് ഏത് ക്വാർട്ടറിലാണ്? സെക്കൻഡ് ക്വാർട്ടറാണ് അല്ലേ. 6 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറാണ്. 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് ഫസ്റ്റ് ക്വാർട്ടർ. സോ ക്വാർട്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസ് ഈക്വൽ ടു മന്ത് ഡിവൈഡഡ് ബൈ 3. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ഡെസിമൽ കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ റൗണ്ട് അപ്പ്, ഈ ഒരു നമ്പറിനെ റൗണ്ട് അപ്പ് ചെയ്യുക. റൗണ്ട് അപ്പ്, ഈ നമ്പറിനെ റൗണ്ട് അപ്പ് ചെയ്യുക. നമുക്ക് 0 ഡെസിമൽ. അപ്പം നമുക്കിവിടെ 2 എന്ന് കിട്ടി. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ക്വാർട്ടർ. അപ്പം ഇവിടെ ജനുവരി എന്ന് പറയുന്നത് നമുക്ക്, മാർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറാണ്, 12 എന്ന് പറയുന്നത് ഡിസംബറാണ്, അത് ഫോർത്ത് ക്വാർട്ടറാണ്. അപ്പോൾ നമുക്കിവിടെ ക്വാർട്ടർ കിട്ടി. അപ്പോൾ ക്വാർട്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്, മന്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ആ ഡെസിമലിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ റൗണ്ട് അപ്പ് ചെയ്തു. നമ്മൾ അടുത്ത പ്രാവശ്യം കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ റൗണ്ടും റൗണ്ട് അപ്പും റൗണ്ട് ഡൗണും പിന്നെ 1-2 ഡേറ്റിൻ്റെ ഫംഗ്ഷൻസ് കൂടിയുണ്ട്, അതൊന്ന് ക്വിക്കായിട്ട് നമുക്ക് കവർ ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ 2 എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് 2Q എന്നാക്കാം അല്ലെങ്കിൽ Q2 എന്നാക്കാം. അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, Q എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. Q ഡബിൾ കോട്ടിലിട്ടിട്ട് ആമ്പസാൻഡ് റൗണ്ട് അപ്പ്. സോ ദെൻ ഇറ്റ് ബിക്കംസ് Q2. കുറച്ചും കൂടി നമുക്ക് റിപ്പോർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ എളുപ്പം Q2 എന്നാണ്, ആളുകൾക്ക് റിപ്പോർട്ടിങ്ങിൽ വേഗം മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റ് ഫംഗ്ഷൻസിൽ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് നമ്പർ ഫംഗ്ഷൻസിൽ ഒരുവിധം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ലുക്കപ്പ് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. സോ നെക്സ്റ്റ് ഒരു സെഷനിൽ നമ്മൾ ഇതേപോലെ ലുക്കപ്പ് ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ബൈ ദ വേ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡേറ്റാ സെറ്റാണ്. ഈ ഒരു ഡേറ്റാ സെറ്റ് യൂസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റൊക്കെ ഇപ്പോഴേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പോൾ റിപ്പോർട്ടിങ്ങിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഡേറ്റാ പ്രിപ്പറേഷനിൽ അത്യാവശ്യം നല്ലൊരു സ്കിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാ സെറ്റ് മാറും. വി വിൽ ബി യൂസിങ് എ ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്. ഓക്കെ, ദെൻ വി വിൽ ബി വർക്കിംഗ് വിത്ത് ഫിനാൻഷ്യൽസ് ഡേറ്റാ സെറ്റ്. ഓക്കെ, സോ ഇത്രയും പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ ഇന്ന് സോൾവ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. 9:29 ആയി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ്, എനിത്തിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക് മീ ബിഫോർ വി വൈൻഡ് അപ്പ്? ഷുവർ. യാ, ഇപ്പോൾ മിനിമം എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മിനിമം എന്നടിച്ചു. മിനിമം എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് മിനിമം. ഒരു അറേയിൽ അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മിൻ ഫംഗ്ഷൻ, MIN.
ഓക്കെ, ആ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്യുന്നു. ഇനി ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട, ഏത് കോളത്തിൽ നിന്നാണ് നമ്മൾ മിനിമം ഫംഗ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്, മിനിമം കണ്ടുപിടിക്കേണ്ടത്, ആ കോളം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, അതേപോലെ തന്നെയാണ് മാക്സും. മിനിമത്തിന് പകരം നമ്മൾ മാക്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ആ കോളത്തിനൊരു പേര് കൊടുത്തതുകൊണ്ടാണ് EXP എന്ന് പറഞ്ഞ് കാണുന്നത്. പേര് കൊടുക്കുന്നതാണോ പെട്ടെന്ന്? സോ നെയിം മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഡേറ്റാ സെറ്റിന് നമുക്ക് ഈ കോളത്തിനെല്ലാം ഒരു പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ നെയിം മാനേജർ യൂസ് ചെയ്തുകൊണ്ട്. അതായത് നമുക്ക് ഫോർമുലാസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിം മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ കോളത്തിനും നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പേര് മുഴുവൻ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അവിടെ ഫോർമുല എറർ വരും. ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് എനിക്കിവിടെ പേര് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ emb id എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ emb id എന്ന് പറയുമ്പോൾ സ്പേസ് ഉള്ളതുകൊണ്ടാണ് emb id എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന് ഞാൻ emb id എന്ന് കൊടുത്തു. ഇനി ഞാൻ എവിടെ ക്ലിക്ക് ചെയ്തിട്ടും ഇവിടെ emb id എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളം സെലക്ട് ആവും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യണം, ഓരോ കോളം നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. അതിന് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ എല്ലാ കോളത്തിനും പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർമുലയിൽ പോയിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡേറ്റ ഫുൾ സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണ് നമ്മുടെ നെയിംസ് ഉള്ളത്, ഹെഡർ നെയിംസ് എവിടെയാണ് ഉള്ളത്, ടോപ്പ് റോയിലുള്ള. ചില കേസിൽ നമുക്ക് ഹെഡർ റോ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലും വരാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ലൊക്കേഷനൊക്കെ സൈഡിൽ ലൊക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഓരോ ലൊക്കേഷൻ്റെ പേരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് റോ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ടോപ്പ് റോ ഉള്ളതുകൊണ്ട് ഞാൻ ടോപ്പ് റോ മാത്രം സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നെയിം മാനേജറിൽ ഈ എല്ലാത്തിൻ്റെയും പേര് വന്നു. ഇതൊക്കെ നമുക്ക് ഇവിടെയും കാണാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും പേര് വന്നു. അപ്പോൾ ഞാനിവിടെ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മന്തിലേക്ക് പോയി. അപ്പോൾ എക്സലിന് അറിയാം ഓരോ കോളത്തിൻ്റെയും പേരെന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, =max എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ ഡൺ. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണെങ്കിലും ശരി, നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറൊരു ഷീറ്റിലാണെങ്കിലും ശരി, നമുക്കിവിടെ എക്സ്പീരിയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ കോളം സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് അതിനെ റെഫർ ചെയ്യാം. ഓക്കെ, അതിങ്ങനെയാണ് നെയിം മാനേജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് അഡീഷണൽ? ഓക്കെ, ഷുവർ. ഞാനിത് നമ്മുടെ ഇതിനകത്ത് കോഴ്സിൻ്റെ മൊഡ്യൂൾസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കതിനകത്ത് ക്ലാസ് റെക്കോർഡിങ്സിന് അണ്ടറിൽ തന്നെ ഈ ഷീറ്റ് അപ്ലോഡ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, ഈ റെക്കോർഡിങ് ചെയ്തേക്കാം. ഓക്കെ, ശരി. എനിത്തിങ് എൽസ്? ഓക്കെ then, താങ്ക്സ്. അപ്പോൾ താങ്ക് യു എവരി വൺ. സോ ഗുഡ് നൈറ്റ്. നമുക്ക് മൺഡേ ആണ് നെക്സ്റ്റ് സെഷൻ വരുന്നത്. സോ മൺഡേ കാണാം. ഞാൻ അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം റെക്കോർഡിങ്സ് എല്ലാം അപ്ലോഡ് ചെയ്തേക്കാം. സോ സി ഓൺ മൺഡേ. ഓക്കെ, താങ്ക് യു. ബൈ.